ഹായ് ഫ്രണ്ട്സ്, ഇന്ന് കഴിഞ്ഞ സ്മാക്ക് ഡൗൺ എപ്പിസോഡിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരുപാട് ഫ്രണ്ട്സ് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് സർവൈവർ സീരീസിൻ്റെ ടൈം ആൻഡ് ഡേറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. കമൻറ്റ് ഒരുപാട് വന്ന കാരണമാണ് ഇങ്ങനെ ചെയ്തത്. ഇനിയുള്ള എല്ലാ സ്പെഷ്യൽസിനും ഇതുപോലെ ഡേറ്റും ടൈമും കൺഫേം ചെയ്താൽ കൊടുക്കാനായിട്ട് ശ്രമിക്കാം. ഇതിൽ ഫസ്റ്റ് സ്മാക്ക് ഡൗൺ സ്റ്റാർട്ട് ചെയ്ത ഉടനെ കിക്ക് ഓഫിൽ തന്നെ നടന്ന മാച്ച് സ്മാക്ക് ഡൗൺ വിമൻസ് ചാമ്പ്യൻഷിപ്പ് മാച്ചാണ്. സ്മാക്ക് ഡൗൺ വിമൻസ് ചാമ്പ്യനായ സാഷ ബാങ്ക്സ് വേഴ്സസ് ബെയ്ലി, ഇവർക്ക് തമ്മിലാണ് സ്മാക്ക് ഡൗൺ വിമൻസ് ചാമ്പ്യൻഷിപ്പ് ഹെൽ ഇൻ എ സെൽ റീമാച്ച് നടന്നത്. ഈ മാച്ചിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഒന്നും പറയാനില്ല, വേറെ ലെവൽ മാച്ചായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഇവര് രണ്ടുപേരും ഈ മാച്ചിൽ അതുപോലെയാണ് പെർഫോമൻസ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം മാച്ചിന്റെ പകുതിക്ക് വെച്ച് ഇവര് രണ്ടുപേരും ഭയങ്കരമായി അറ്റാക്ക് ചെയ്യുന്നതായിട്ടാണ് കാണിച്ചത്. റിംഗ് പോസ്റ്റിന്റെ സൈഡിലെല്ലാം പോയിട്ടാണ് ഇവർ അറ്റാക്ക് ചെയ്തത്. മാച്ചിന്റെ അവസാനത്തോടു കൂടി ബെയ്ലി കെൻഡോസ്റ്റിക്കെല്ലാം എടുത്തുകൊണ്ട് റിങ്ങിലേക്ക് വരും. ആ സമയത്ത് റെഫറി അത് വാങ്ങി കൊടുക്കാൻ പോകുന്ന ഗ്യാപ്പിൽ ആ ഒരു സമയം ഉപയോഗിച്ച് ബെയ്ലി മറ്റൊരു ചെയറുമായി വന്ന് സാഷ ബാങ്ക്സിനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നതായിട്ടാണ് കാണിച്ചത്. അതിനുശേഷം സാഷ ബാങ്ക്സ് അതെല്ലാം മാറുന്നത് പോലെ കാണിച്ചിരുന്നു. അങ്ങനെ മാച്ചിന്റെ അവസാനത്തിൽ സാഷ ബാങ്ക്സിന് തന്നെ ബെയ്ലി സാഷ ബാങ്ക്സിന്റെ പോലെ അറ്റാക്ക് ചെയ്ത് അതിനുശേഷം ബെയ്ലിയുടെ ഫിനിഷിംഗ് മൂവ് ചെയ്ത് പിൻ ചെയ്യും. ആ സമയത്ത് സാഷ ബാങ്ക്സ് കിക്ക് ഔട്ട് ചെയ്യുന്നതായിട്ടാണ് കാണിച്ചത്. അതിനുശേഷം സാഷ ബാങ്ക്സ് ബെയ്ലിനെ അറ്റാക്ക് ചെയ്ത് സബ്മിഷൻ ലോക്ക് ഉപയോഗിച്ച് ഈ മാച്ചിൽ സാഷ ബാങ്ക്സ് ആണ് വിൻ ചെയ്ത് സ്റ്റിൽ സ്മാക്ക് ഡൗൺ വിമൻസ് ചാമ്പ്യൻ ആയത്. അതിനുശേഷം സാഷ ബാങ്ക്സ് ചാമ്പ്യൻഷിപ്പുമായി പോകുമ്പോൾ എൻട്രൻസിന്റെ അവിടെ വെച്ച് കാർമല വന്ന് സാഷ ബാങ്ക്സിന് സൂപ്പർ കിക്ക് ചെയ്ത് അതിനുശേഷം കാർമലയുടെ ഫിനിഷിംഗ് മൂവ് ചെയ്യുന്നതായിട്ടാണ് കാണിച്ചത്. അതായത് സാഷ ബാങ്ക്സ് വേഴ്സസ് ബെയ്ലി ഇവർക്ക് തമ്മിലുള്ള സ്റ്റോറി ലൈൻ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി TLC പോലെയുള്ള സ്പെഷ്യൽസിൽ സാഷ ബാങ്ക്സ് കാർമല ഇവർക്കായിരിക്കും ഫ്യൂഡ് ചെയ്യാൻ ചാൻസ് കൂടുതൽ. ഇതെന്തായാലും നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. അതിനുശേഷം ജെയൂസോ കെവിൻ ഓവൻസ് ഇവർക്ക് തമ്മിലുള്ള ഒരു സെഗ്മെൻ്റാണ് ബാക്ക് സ്റ്റേജിൽ കാണിച്ചത്. അപ്പോൾ കെവിൻ ഓവൻസ് എന്ന് പറയുന്നുണ്ട് കഴിഞ്ഞ സ്മാക്ക് ഡൗണിൽ ജെയൂസോ ഡാനിയൽ ബ്രൈനെ വിൻ ചെയ്ത കാര്യത്തെക്കുറിച്ചും അതുകൂടാതെ ജെയൂസോ ഇപ്പോൾ റോമൻ റെയിൻസിന്റെ കൺട്രോളിലാണ് ഉള്ളത് എന്നൊക്കെ. ആ സമയത്ത് ജെയൂസോ പറയുന്നത് ഇതെന്റെ ഫാമിലി വിഷയമാണ്, ഇത് നീ അന്വേഷിക്കേണ്ട എന്നൊക്കെ പറയും. അപ്പോൾ തന്നെ കെവിൻ ഓവൻസ് പറയുന്നുണ്ട് നമ്മൾ ഒരു ടീമിൽ വർക്ക് ചെയ്യുന്നതാണ് സർവൈവർ സീരീസിൽ, അതുകൊണ്ട് നമ്മൾ ഒന്നിച്ച് നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് ഇവരുടെ ഫാമിലിനെ കുറിച്ചും ആ ഒരു സമയത്ത് സംസാരിച്ച് കെവിൻ ഓവൻസ് പോകുന്നതായിട്ടാണ് കാണിച്ചത്. കഴിഞ്ഞ് വീണ്ടും ജെയൂസോ ബാക്ക് സ്റ്റേജ് ഇന്റർവ്യൂവിൽ സംസാരിക്കുമ്പോൾ പോൾ ഹെമൻ വന്ന് പറയുന്നുണ്ട് നിന്നെ റോമൻ റെയിൻസ് വിളിക്കുന്നുണ്ട് എന്നൊക്കെ. അതിനുശേഷം റോമൻ റെയിൻസ് പറയുന്നത് നീ എന്തിനാണ് കെവിൻ ഓവൻസുമായി സംസാരിച്ചത്, എന്നോട് ചോദിക്കാതെ ആരോടും സംസാരിക്കരുത്, ഇപ്പോൾ കണ്ടില്ലേ നമ്മളുടെ ഫാമിലിയെ പറ്റി അവൻ പറഞ്ഞത് എന്നൊക്കെയാണ് റോമൻ റെയിൻസ് ആ സമയത്ത് പറഞ്ഞത്. അതിനുശേഷം ഇവർക്ക് തമ്മിൽ ഒരു മെയിൻ ഇവന്റ് മാച്ച് അവിടെ വെച്ച് കൺഫേം ചെയ്യും. അതേ ബാക്ക് സ്റ്റേജിൽ വെച്ച് റെയ് മിസ്റ്റീരിയോ ആലിയനെ കാണാനില്ല എന്നൊക്കെ പറഞ്ഞ് ഡൊമിനിക്കിനോട് പോയി അന്വേഷിക്കാനായിട്ട് ആവശ്യപ്പെടും. അതിനുശേഷം ഒരു ഫോൺ ചെയ്ത് നിൽക്കുമ്പോൾ ബാരൺ കോർബൻ വന്ന് അറ്റാക്ക് ചെയ്യുന്നതായിട്ടാണ് കാണിച്ചത്. അതിനുശേഷം ഡൊമിനിക് മിസ്റ്റീരിയോ വന്ന് റെയ് മിസ്റ്റീരിയോനെ സേവ് ചെയ്യുന്നത് പോലെ കാണിച്ചു. അതിനുശേഷം നടന്ന മാച്ച് റെയ് മിസ്റ്റീരിയോ വേഴ്സസ് ബാരൺ കോർബൻ ഇവർക്ക് തമ്മിലുള്ള സർവൈവർ സീരീസ് ക്വാളിഫൈ മാച്ചാണ് നടന്നത്. ഈ മാച്ചിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു മാച്ചായി തന്നെയാണ് എനിക്ക് ഈ മാച്ച് തോന്നിയത്. ഈ മാച്ചിൽ റെയ് മിസ്റ്റീരിയോ ബാരൺ കോർബൻ അടിപൊളിയായി തന്നെ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇവരുടെ മാച്ച് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഈ മാച്ചിന്റെ പകുതിക്ക് വെച്ച് സെത്ത് റോളൻസ് വരുന്നതായിട്ടാണ് കാണിച്ചത്. അങ്ങനെ ഇവരുടെ മാച്ചിന്റെ ഏകദേശം അവസാനത്തോടു കൂടി ബാരൺ കോർബനെ 619 ചെയ്യാൻ പോകുന്ന സമയത്ത് ബാരൺ കോർബൻ റിംഗ് വിട്ടിറങ്ങി ഡൊമിനിക് മിസ്റ്റീരിയോനെ അറ്റാക്ക് ചെയ്യുന്നതായിട്ടാണ് കാണിച്ചത്. അതിനുശേഷം ബാരൺ കോർബനെ വീണ്ടും റിങ്ങിലേക്ക് കയറ്റി ഫൈറ്റ് ചെയ്ത് വീണ്ടും 619 ചെയ്യും. ആ സമയത്ത് സെത്ത് റോളൻസ് ഡൊമിനിക് മിസ്റ്റീരിയോനെ അറ്റാക്ക് ചെയ്യും. അതിനുശേഷം റെയ് മിസ്റ്റീരിയോ സെത്ത് റോളൻസ് ഫൈറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണിച്ചത്. അപ്പോൾ തന്നെ ബോഡി മോർഫി ആൻഡ് ആലിയ ഇവർ രണ്ടുപേരും വരും. ആ സമയത്ത് റെയ് മിസ്റ്റീരിയോ ഇവരെ പറഞ്ഞു വിടുന്നതായിട്ടും അതിനുശേഷം റിങ്ങിൽ കയറും. നമ്മളെല്ലാം വിചാരിച്ചതുപോലെ ബാരൺ കോർബൻ ഓഫ് ഡേസ് ഫിനിഷിംഗ് മൂവ് ചെയ്ത് ഈ മാച്ചിൽ ബാരൺ കോർബനാണ് വിൻ ചെയ്തത്. അതിനുശേഷം നടന്നത് ഒരു വുമൺസ് ട്രിപ്പിൾ ത്രെഡ് മാച്ചാണ്. ഈ മാച്ച് നടന്നത് സർവൈവർ സീരീസ് ക്വാളിഫിക്കേഷൻ മാച്ചായി സെലീന വേഗ വേഴ്സസ് റൂബി റോയിറ്റ് വേഴ്സസ് നെറ്റാലിയ ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. അപ്പോൾ ഇത് വലിയ കുഴപ്പമില്ലാത്തൊരു മാച്ചായിട്ടാണ് തോന്നിയത്. ട്രിപ്പിൾ ത്രെഡ് മാച്ച് ആയതുകൊണ്ട് വലിയ ബോറിംഗ് ഒന്നും ഈ മാച്ചിൽ തോന്നിയില്ല. മാച്ചിന്റെ അവസാനത്തിൽ സെലീന വേഗനെ സബ്മിഷൻ ലോക്ക് ഉപയോഗിച്ച് നെറ്റാലിയ ലോക്ക് ചെയ്യും. ആ സമയത്ത് റൂബി റോയിറ്റും വന്ന് സെലീന വേഗനെ സബ്മിഷൻ ചെയ്യുന്നതായിട്ടാണ് കാണിച്ചത്. ആ സമയത്ത് പെട്ടെന്ന് തന്നെ നെറ്റാലിയ ഈ ഒരു മാച്ച് വിൻ ചെയ്തു എന്ന് വിചാരിച്ച് ലോക്ക് റിലീസ് ചെയ്യും. ആ ഒരു അവസരം ഉപയോഗിച്ച് ഈ മാച്ചിൽ റൂബി റോയിറ്റ് ആണ് വിൻ ചെയ്തത്. അതിനുശേഷം ന്യൂ ഡേ സ്ട്രീറ്റ് പ്രോഫിറ്റ് ഇവരുടെ ഒരു കോമഡി സെഗ്മെന്റ് ആണ് കാണിച്ചത്. അതിൽ സർവൈവർ സീരീസിൽ നടക്കാൻ പോകുന്ന മാച്ചിനെ കുറിച്ചെല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നടന്നത് സെത്ത് റോളിൻസ് വേഴ്സസ് ഓട്ടീസ് ഇവർക്ക് തമ്മിലുള്ള സർവൈവർ സീരീസ്
ക്വാളിഫിക്കേഷൻ മാച്ചാണ്. ഈ മാച്ചിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നല്ലൊരു മാച്ചായിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ മാച്ചിൽ സെത്ത് റോളൻസ് അതുപോലെ തന്നെ ഓട്ടീസ് അടിപൊളിയായിട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ മാച്ചിന്റെ പകുതിയോടുകൂടി ഓട്ടീസ് സെത്ത് റോളൻസ് എങ്ങനെ അറ്റാക്ക് ചെയ്താലും സെത്ത് റോളൻസിനെ കളിയാക്കുന്നത് പോലെ വീണ്ടും വീണ്ടും അടിക്കാനായിട്ട് ആവശ്യപ്പെടുന്നത് പോലെയാണ് കാണിച്ചത്. അതിനുശേഷം സെത്ത് റോളൻസിനെ ഓട്ടീസ് ഭയങ്കരമായി അറ്റാക്ക് ചെയ്യും. അങ്ങനെ ഇവരുടെ മാച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇതിൽ ആരാണ് വിൻ ചെയ്യാൻ ചാൻസ് കൂടുതൽ, ഇനി റേ മിസ്റ്റീരിയോ എങ്ങാനും ഈ ഒരു മാച്ചിൽ വരുമോ എന്നൊക്കെ നമ്മൾ നോക്കിയിരുന്നു. കാരണം ബാക്ക് സ്റ്റേജിൽ റേ മിസ്റ്റീരിയോ ഈ ഒരു മാച്ച് കാണുന്നതായിട്ട് കാണിച്ചിരുന്നു. അതുകൂടാതെ സെത്ത് റോളൻസ് കാരണമാണ് റേ മിസ്റ്റീരിയോ ആ ഒരു ക്വാളിഫിക്കേഷൻ മാച്ച് തോറ്റതും. പക്ഷേ ഈ ഒരു മാച്ചിന്റെ അവസാനത്തിൽ നടന്നത് വേറെയാണ്. മാച്ചിന്റെ അവസാനത്തോടു കൂടി ഓട്ടീസ് തന്റെ ഫിനിഷിംഗ് മൂവ് എല്ലാം ചെയ്യാൻ പോകുമ്പോൾ ബോഡി മോർഫി റിങ്ങിൽ കയറുന്നതായിട്ടാണ് കാണിച്ചത്. അതിനുശേഷം ഓട്ടീസ് ബോഡി മോർഫിനെ അറ്റാക്ക് ചെയ്യാൻ പോകും. ആ സമയത്ത് സെത്ത് റോളൻസ് ഓട്ടീസിനെ അറ്റാക്ക് ചെയ്ത് അപ്പോൾ തന്നെ സെത്ത് റോളൻസിന്റെ കർബ് സ്റ്റോം ഫിനിഷിംഗ് മൂവ് ചെയ്ത് ഈ മാച്ചിൽ സെത്ത് റോളൻസ് ആണ് വിൻ ചെയ്ത് സർവൈവർ സീരീസ് ടീമിലേക്ക് ആഡ്. അതിനുശേഷം ഇവരുടെ ബാക്ക് സ്റ്റേജ് സെഗ്മെന്റ് കാണിച്ചു സെത്ത് റോളൻസ് ആൻഡ് ബോഡി മോർഫി. എന്തിനാണ് നീ ഇങ്ങനെയെല്ലാം ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ ബോഡി മോർഫി പറയുന്നുണ്ട്, നീ എൻ്റെ മെസ്സായാണ്, ഞാൻ നിൻ്റെ അടിമയാണ് എന്നതുപോലെയെല്ലാം. അതിനുശേഷം സെത്ത് റോളൻസ് ഒരു പ്രാവശ്യം കൂടി ഇതുപോലെ പറയാനായിട്ട് ആവശ്യപ്പെടും. അത് കഴിഞ്ഞ് സെത്ത് റോളൻസ് വളരെയധികം ഹാപ്പിയായി, നിനക്കിപ്പോൾ വീണ്ടും വെളിച്ചം വന്നു, നീ വീണ്ടും പഴയതുപോലെയായി എന്നൊക്കെ പറഞ്ഞ് പോകുന്നതായിട്ടാണ് ആ ഒരു സെഗ്മെൻറ്റിൽ കാണിച്ചത്. അത് കഴിഞ്ഞ് ആലിയ വന്ന് പ്രശ്നമുണ്ടാക്കുന്നത് പോലെയും ഇവരൊന്നിച്ച് നിൽക്കുന്നതായിട്ടും കാണിച്ചിരുന്നു. അതിനുശേഷം സ്മാക്ക് ഡൗൺ മെയിൻ ഇവന്റ് മാച്ചായിട്ട് നടന്നത് ജേ യൂസോ വേഴ്സസ് കെവിൻ ഓവൻസ്. ഇവർക്ക് തമ്മിലുള്ള ഒരു സിംഗിൾസ് മാച്ചാണ്. ഈ മാച്ചിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഒന്നും പറയാനില്ല, വേറെ ലെവൽ മാച്ചായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ജേ യൂസോ കെവിൻ ഓവൻസ് അടിപൊളിയായിട്ടാണ് ഈ മാച്ചിൽ ഫൈറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് ജേ യൂസോ ഒരു സൂപ്പർ കിക്ക് ചെയ്യുമ്പോൾ കെവിൻ ഓവൻസും തിരിച്ച് ചെയ്യുന്നതായിട്ടെല്ലാം ഈ മാച്ചിൽ കാണിച്ചിരുന്നു. അങ്ങനെ ഇവരുടെ മാച്ച് വളരെയധികം ഇൻട്രസ്റ്റായി മുന്നോട്ട് പോകുമ്പോൾ ഈ മാച്ച് ബാക്ക് സ്റ്റേജിൽ വെച്ച് റോമൻ റെയിൻസ് ആൻഡ് പോൾ ഹേമൻ ഇവർ കാണുന്നുണ്ടായിരുന്നു. അതിനുശേഷം റോമൻ റെയിൻസ് പോൾ ഹേമനോട് റിങ്ങിൻ്റെ അവിടേക്ക് പോകാനായിട്ട് ആവശ്യപ്പെടും. അതിനുശേഷം ഇവരുടെ മാച്ച് വീണ്ടും വളരെയധികം ഇൻട്രസ്റ്റായി മുന്നോട്ട് പോകും. ഈ മാച്ചിൽ ആരാണ് വിൻ ചെയ്യാൻ സാധ്യതയുള്ളത് എന്നെല്ലാം നമ്മൾ നോക്കിയിരുന്ന സമയത്ത് മാച്ചിൻ്റെ അവസാനത്തോടു കൂടി കെവിൻ ഓവൻസ് ജേ യൂസോനെ ഒരു പോപ്പ് പവർ ബോം ഫിനിഷിംഗ് മൂവ് ചെയ്യും. എന്നിട്ട് പിൻ ചെയ്യുമ്പോൾ ജേ യൂസോ റോപ്പിൻ്റെ മുകളിലേക്ക് കാല് വയ്ക്കുന്നതായിട്ടാണ് കാണിച്ചത്. അതിനുശേഷം സ്റ്റണ്ണർ ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് റോമൻ റെയിൻസിൻ്റെ തീം സോങ് വരും. ആ സമയം കെവിൻ ഓവൻസിൻ്റെ റെഫറി അത് നോക്കുന്ന സമയത്ത് ആ ഒരു അവസരം ഉപയോഗിച്ച് ജേ യൂസോ തൻ്റെ തല കൊണ്ട് ഒരു ലോ ബ്ലോ ചെയ്ത് അതിനുശേഷം ജേ യൂസോയുടെ ഫിനിഷിംഗ് മൂവ് ചെയ്ത് ഈ മാച്ചിൽ ജേ യൂസോ ആണ് വിൻ ചെയ്തത്. അത് കഴിഞ്ഞ് റോമൻ റെയിൻസിൻ്റെ കൂടെ എൻട്രൻസിൻ്റെ അവിടെ വെച്ച് ഇവരൊന്നിച്ച് നിൽക്കുന്നതായിട്ട് കാണിച്ച് എൻഡ് കാർഡ് കാണിച്ച് ഇന്നത്തെ സ്മാക്ക് ഡൗൺ അവസാനിപ്പിച്ചു. ഒന്നല്ലെങ്കിൽ ഈ ഫ്യൂഡ് കണ്ടിന്യൂ ചെയ്ത് ഇവർക്ക് TLCയിൽ മാച്ച് വരും, അല്ലെങ്കിൽ നമ്മൾ മുൻപ് വീഡിയോ ചെയ്ത് പറഞ്ഞ പോലെ കെവിൻ ഓവൻസ് ഇവരുടെ ടീമിൽ ആഡ് ആകാനുള്ള ചാൻസും കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെയാണ് സ്മാക്ക് ഡൗണിൽ നടന്നത്. സ്മാക്ക് ഡൗൺ എപ്പിസോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്റ്റാർട്ടിങ് മുതൽ മെയിൻ ഇവൻ്റ് വരെ അടിപൊളിയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതിൽ സ്റ്റാർട്ടിങ് മാച്ചും മെയിൻ ഇവൻ്റ് മാച്ചും വേറെ ലെവലായിട്ട് മുന്നോട്ട് പോയി. സ്മാക്ക് ഡൗണിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം പറയാൻ വീഡിയോ ഇട്ടതിന് ശേഷം ഞാൻ പോസ്റ്റ് ചെയ്യാം. പിന്നെ ബ്രോക്ക് ലെസ്നറുടെ സ്പെഷ്യൽ വീഡിയോ നാളെ വൈകുന്നേരം 5 മണിക്ക് ചെയ്യുന്നുണ്ട്. എല്ലാവരും മറക്കാതെ കാണുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.